ഓക്കേ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഡിസംബർ 10-ാം തീയതി ബുധനാഴ്ചയാണ്. നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാൻ വൈകിയിട്ടില്ല, ക്രിസ്. നിങ്ങളെപ്പോലെ അല്ലാതെ എനിക്ക് രഹസ്യവും പരസ്യവും തമ്മിലുള്ള വ്യത്യാസം അറിയാം. അതുകൊണ്ട് അതിലേക്ക് പോകേണ്ട. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി എന്താണ് കരുതിയിട്ടുള്ളത്? ഒന്നാമതായി, നമ്മൾ തുടങ്ങുന്നതിന് മുൻപ്, ഇന്ന് നമ്മുടെ സഹോദരിയുടെ ജന്മദിനമാണ്. പ്രിയപ്പെട്ട അത്ഭുതകരമായ സുന്ദരിയായ ജീൻ അലിവ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സന്തോഷകരമായ പിറന്നാൾ ആശംസിക്കുന്നു. നിങ്ങൾ എത്ര നല്ലൊരു വ്യക്തിയാണ്. പിന്നെ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി എന്താണ് ഉള്ളത്? ഇന്നലെ നമ്മൾ നിങ്ങൾക്ക് നൽകിയത് ആ കണക്കുകളുടെ വാർത്തയാണ്. 1/2 ദശലക്ഷത്തിൽ അധികം. നമ്മുടെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ അഷ്മുഫാറയുടെ സന്ദേശത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം ഐക്യത്തെക്കുറിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിച്ചതും. ഐക്യത്തിന്റെ പ്രാധാന്യം. നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയ ഈ അംഗസംഖ്യയുടെ ഒരു പ്രധാന കാരണം ഐക്യമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നമ്മുടെ സമൂഹം, നമ്മുടെ ഐക്യം. കഴിഞ്ഞ കാലയളവിൽ നമ്മുടെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ അഷ്മുഫാറയെ പിന്തുടർന്ന് നമ്മൾ ഒന്നായി ചെയ്ത കാര്യങ്ങൾ. എന്നാൽ ഐക്യം അതിനേക്കാൾ ഏറെയാണ്. ഐക്യം എന്ന് വെച്ചാൽ ഒരുമിച്ചിരിക്കുക എന്ന അവസ്ഥയാണ്. ഒരൊറ്റ യോജിപ്പുള്ള പൂർണ്ണമായ അവസ്ഥയിലേക്ക് കൂടിച്ചേരുക. ഇത് നമ്മളെ ഒന്നിന്റെ ഭാഗമാക്കുന്നു. ഇത് മറ്റുള്ളവരുമായി ഒരുതരം ഒത്തുതീർപ്പ്, പൊതുവായ ലക്ഷ്യം, അല്ലെങ്കിൽ വ്യത്യസ്ത ഭാഗങ്ങൾ തമ്മിലുള്ള പൊരുത്തം എന്നിവയെ സൂചിപ്പിക്കുന്നു. ഇതൊരു ഒത്തൊരുമയുള്ള സ്ഥാപനമായി മാറുന്നു. നിങ്ങൾ ഈ രീതിയിൽ നോക്കുമ്പോൾ ഇത് വളരെ വിദൂരമായി തോന്നാം. എന്നാൽ സമാനമനസ്കരായ ആളുകളെ കൂടെ നിർത്തുക. ഈ ഐക്യം എന്നെ ഇവിടെ എത്തിച്ചതിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. എന്റെ യാത്രയുടെ ഭാഗമാണിത്. ഞാൻ പറയുന്നത് നിങ്ങളിൽ പലരും അംഗീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ വിജയം പോലെ തന്നെ, അല്ലെങ്കിൽ അതിലും കൂടുതലായി, സമൂഹം പ്രധാനമാണ്. വിജയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നാളെ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇതാണ്. വിജയം നിങ്ങൾ എടുക്കുന്ന ചുവടുകളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇതാണ് നാളത്തെ വിഷയം. എന്തുകൊണ്ടാണ് ഞാൻ നാളെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? രസകരമെന്നു പറയട്ടെ, ഞാൻ പിന്തുടരുന്ന മറ്റൊരാളാണ് ചെറിയ ചുവടുകളെക്കുറിച്ച് സംസാരിച്ചത്. നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ക്രിസിന്റെ ലൈവിൽ അല്ല, അതിനു മുൻപുള്ളതിൽ. അഷ്മുഫാർ തന്നെ നമ്മുടെ യാത്രയിൽ നമ്മൾ എടുക്കുന്ന ചെറിയ ചുവടുകളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. രസകരമെന്നു പറയട്ടെ, ചെറിയ ചുവടുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഒരു നല്ല ചെറു വീഡിയോ ഞാൻ കണ്ടെത്തി. നമ്മൾക്ക് അതിനായുള്ള ഒരു ദൃശ്യമുണ്ട്. വിജയത്തിലേക്ക് ഒറ്റയടിക്ക് ചാടാൻ ശ്രമിക്കുന്നതിനു പകരം നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ആ ചെറിയ ചുവടുകൾ വെക്കുക. ഇതാണ് നമ്മൾ തീർച്ചയായും വിജയം ആഷിനൊപ്പം എന്ന ഈ കൂട്ടായ്മയിൽ ചെയ്യാൻ പോകുന്നത്. ഓൺലൈനിൽ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്ന് നമുക്കറിയാത്ത ഒരു പഠനത്തിലൂടെ. ആ ചെറിയ ചുവടുകൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ചെറിയ ഭാഗങ്ങളായി. ആ പുതിയ കഴിവുകൾ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. നമ്മുടെ വിജയത്തിലേക്ക്, നമ്മുടെ അടുത്ത ബിസിനസ്സിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ. എന്നാൽ അതിനു താഴെ എനിക്ക് ലഭിച്ച ചില അഭിപ്രായങ്ങൾ രസകരമായിരുന്നു. ആണ് നമ്മുടെ വിജയം, നമ്മൾ പിന്തുടരുന്നവരാണ് നമ്മുടെ വിജയം എന്നൊക്കെ. യഥാർത്ഥത്തിൽ അതല്ല. അഷ്മുഫാർ നമുക്ക് അതിനുള്ള വേദിയാണ് തരുന്നത്. വിജയിക്കാൻ കഴിയുന്ന ഒരിടം അദ്ദേഹം നമുക്ക് നൽകുന്നു. വിജയിക്കാൻ എങ്ങനെ പഠിക്കണം എന്നതിനായുള്ള എല്ലാ ഉപകരണങ്ങളും ഒരിടത്ത് അദ്ദേഹം സൗജന്യമായി നമുക്ക് നൽകുന്നു. പക്ഷേ നമ്മൾ എടുക്കാൻ പോകുന്ന നമ്മുടെ ചെറിയ ചുവടുകളാണ് അവസാനം നമ്മളെ അവിടേക്ക് എത്തിക്കുക. എന്തായാലും അത് നാളത്തേക്ക്. ഐക്യത്തെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി സംസാരിക്കാം. വിജയം ആഷിനൊപ്പമുള്ള നമ്മുടെ സ്വന്തം യാത്രയിൽ, അതിലും അപ്പുറത്തേക്കും, എന്തുകൊണ്ട് ഇത് നമ്മൾക്കെല്ലാവർക്കും കൂടുതൽ സവിശേഷമാകുന്നു. ആ ഒരു യോജിപ്പ്, ആ ഒരടുപ്പം, അതൊരു ഭാഗമാണെന്നുള്ള ആ തോന്നൽ ഒരുപാട് ആളുകൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. സൈന്യത്തിൽ ഉണ്ടായിരുന്നപ്പോൾ, അല്ലെങ്കിൽ യൂണിഫോം ഉണ്ടായിരുന്നപ്പോൾ, എന്തോ ഒന്നിന്റെ ഭാഗമാണ് എന്ന ആ തോന്നൽ ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അഗ്നിശമന സേനയിലേക്ക് പോയപ്പോഴുമൊക്കെ എനിക്ക് ഇപ്പോൾ അതേപോലെ തോന്നുന്നു. നിങ്ങൾ പുറത്തുള്ളവർ, നമ്മുടെ സമൂഹം, ഒരു പൊതു ലക്ഷ്യത്തോടെ, ഒരു പൊതുവിഷയം, അല്ലെങ്കിൽ ഒരു സമാന ചിന്താഗതിയോടെയുള്ള നമ്മുടെ ആളുകളുടെ ഒത്തൊരുമ. ഇത് എനിക്ക് അതേ അനുഭവം നൽകുന്നു. ഐക്യമാണ് നമ്മുടെ ബന്ധം.
ഇതൊരു വളരെ ശക്തമായ കാര്യമാണ്. കാരണം മറ്റു പലരും അല്ലെങ്കിൽ ബിസിനസ്സുകൾ അവരുടെ അംഗങ്ങൾക്കിടയിൽ ഈ ഐക്യം ഉണ്ടാകാറില്ല. അവരിൽ ഭൂരിഭാഗവും ഒരേയൊരു കാര്യത്താൽ നയിക്കപ്പെടുന്നവരാണ്: പണം. വിജയത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ പണത്തെക്കുറിച്ചുള്ള വാഗ്ദാനത്താൽ ആളുകളെ ആകർഷിച്ചു അവരെ അവിടെ നിർത്തുന്നു. അല്ലെങ്കിൽ അവർക്ക് സ്വയം പണം ഉണ്ടാക്കാൻ കഴിയുമെന്ന ആശയം കൊണ്ടും. എന്നാൽ നമ്മുടെ ഐക്യം ഒരുതരം ഉയർന്ന ഉത്തരവാദിത്തബോധമാണ്. ഇത് പണത്തെക്കുറിച്ച് മാത്രമല്ല. ഈ സമ്പത്തിനേക്കാൾ ഏറെ ഇതിലുണ്ട്. അതാണ് എനിക്കിഷ്ടപ്പെട്ടതും. നമ്മുടെ സമൂഹം. അതിലെ ആളുകളുടെ ഐക്യം നമ്മെ വളരെ ശക്തരാക്കുന്നു. വിജയം ആശിനൊപ്പം ഇതിനകം ചേർന്ന ആളുകളുടെ എണ്ണത്തിൽ ഇത് പ്രതിഫലിക്കുന്നുണ്ട്. 1/2 ദശലക്ഷം ആളുകൾ. ഇതൊട്ടും കുറച്ച് കാണേണ്ട കാര്യമല്ല. പുതിയ പല ബിസിനസ്സുകളും തുടക്കത്തിൽ തന്നെ ഒരു ഉപഭോക്തൃ അടിത്തറയായി ഇത്രയധികം ആളുകളെ ലഭിക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. അത്ഭുതകരമാണ്, അല്ലേ? അതുകൊണ്ട് ഐക്യത്തിന് പല അർത്ഥങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരെടുപ്പമാണ്. നമ്മൾ ഒരു യൂണിറ്റായി മുന്നോട്ടു പോകുന്നു എന്ന ആശയം. ഇത് തുറന്ന സമീപനത്തെയും പൂർണ്ണതയും കുറിച്ചുള്ളതാണ്. ഒന്നായിരിക്കുക അല്ലെങ്കിൽ ഒരൊറ്റയായിരിക്കുക എന്നതാണ് പ്രാഥമിക നിർവചനം. അത് ഏകത്വമാണ്. അതായത് പ്രത്യേക ഭാഗങ്ങളിൽ നിന്ന് പൂർണ്ണമായ മൊത്തത്തിലുള്ള ഒരു പൂർണ്ണത രൂപപ്പെടുത്തുക. ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് ആളുകളുടെ ഐക്യം നമ്മളെല്ലാവരെയും ഒന്നാക്കുന്നു. അതാണ് അടിസ്ഥാനപരമായി ഇത് പറയുന്നത്. നമ്മൾ എല്ലാവരും ഒന്നാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ നമുക്ക് തീർച്ചയായും പൊതുവായ ലക്ഷ്യമുണ്ട്. നമ്മൾ നേടാൻ ശ്രമിക്കുന്ന കാര്യങ്ങളുമായി തീർച്ചയായും യോജിക്കുന്നു. ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഐക്യം എന്ന് പറയുന്നത്. ഇത് ഒത്തുതീർപ്പിനെയും പൊരുത്തത്തെയും കുറിച്ചുള്ളതാണ്. ഒരു സാമൂഹിക കൂട്ടായ്മയിൽ ഐക്യം പരസ്പര ധാരണയോ പൊതുവായ വികാരത്തെയോ ലക്ഷ്യത്തെയോ അല്ലെങ്കിൽ ആളുകൾക്കിടയിലെ സൗഹൃദത്തെയോ സൂചിപ്പിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ യഥാർത്ഥ അർത്ഥം ഇതാണ്: ടീം ഐക്യം. എല്ലാവർക്കും പൊതുവായ ലക്ഷ്യം മനസ്സിലാക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക. ഇതിന് സാങ്കേതികവും പ്രത്യേകവുമായ ഉപയോഗങ്ങളുമുണ്ട്. ഇതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? സംഖ്യകളിലും കലകളിലും സാഹിത്യത്തിലും ഐക്യമുണ്ട്. ഒറ്റ യോജിപ്പുള്ള ഫലങ്ങളും മൊത്തത്തിലുള്ള രൂപകൽപ്പനയും സൃഷ്ടിക്കാൻ ഘടകങ്ങളുടെ ക്രമീകരണത്തെ ഇത് വിവരിക്കുന്നു. നാടകത്തിൽ ഇത് 3 ക്ലാസിക്കൽ തത്വങ്ങളെ സൂചിപ്പിക്കുന്നു: പ്രവർത്തനം, സ്ഥലം, സമയം എന്നിവ. നിയമത്തിൽ ഇത് സംയുക്ത വാടകയ്ക്ക് ആവശ്യമായ പ്രത്യേക വ്യവസ്ഥകളെ സൂചിപ്പിക്കുന്നു: സമയം, പദവി, താൽപ്പര്യം, കൈവശം എന്നിവയുടെ ഐക്യം പോലെ. വിർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി അനുഭവങ്ങളും വീഡിയോ ഗെയിമുകളും സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ജനപ്രിയ ത്രിമാന വികസന പ്ലാറ്റ്ഫോമായ സോഫ്റ്റ്വെയറിലും ഐക്യം എന്ന പദമുണ്ട്. ഒപ്പം അവസാനമായി മതം. ക്രിസ്ത്യൻ തത്വങ്ങളിൽ വേരൂന്നിയ ആത്മീയ ആരോഗ്യത്തിനും സമൃദ്ധിക്കും പ്രാധാന്യം നൽകുന്ന ഒരു പ്രത്യേക അമേരിക്കൻ മതപ്രസ്ഥാനമാണ് ഐക്യം. എന്നാൽ പൊതുവായി ഉപയോഗിക്കുമ്പോൾ ഐക്യം പലപ്പോഴും ശക്തിയുടെ ഉറവിടമായി കണക്കാക്കപ്പെടുന്നു. യോജിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഭിന്നിച്ചു നിൽക്കുന്നവരേക്കാൾ കൂടുതൽ നേടാൻ കഴിയും. ഇത് നമ്മുടെ ശക്തിയിലേക്ക് തിരിച്ചു പോകുന്നു. നമ്മുടെ ഐക്യം നമ്മളെ വളരെ വളരെ ശക്തരാക്കുന്നു. ഇത് നമ്മെ പ്രതിരോധശേഷിയുള്ളവരാക്കുന്നു. മോശം സമയങ്ങളിൽ പരസ്പരം ആശ്രയിക്കാൻ ഇത് നമ്മെ പ്രാപ്തരാക്കുന്നു. ഈ ഐക്യമാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കുന്നത്. നമ്മൾ അതിന്റെ ഭാഗമായതിൽ നമ്മൾ അങ്ങേയറ്റം അഭിമാനിക്കണം. നമ്മൾ ഒഴിഞ്ഞുമാറുന്നതിനു പകരം സ്വീകരിക്കേണ്ട ഒന്നാണിത്. കാലിസ്ട്രോ, നിങ്ങളുടെ പ്രത്യേക സംഭാവനയ്ക്ക് ഒരുപാട് നന്ദി എന്റെ സുഹൃത്തേ. നിങ്ങളെ ഞാൻ ഇവിടെ വെളിച്ചത്തിൽ നിർത്തുന്നു. ഇതിന്റെ ഭാഗമാകുന്നതിൽ നമ്മൾ അഭിമാനിക്കേണ്ട ഒന്നാണ്. നമ്മളിൽ പലർക്കും നമ്മുടെ യാത്രയിൽ വേണ്ടത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മുടെ സമൂഹത്തിന്റെ ഐക്യം നമ്മുടെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ അഷ്മുഫാറയെ പിന്തുടർന്ന് നമ്മളെ ശരിയായ ദിശയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്തായാലും ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഞാൻ നാളെ പുതിയ ഒന്നുമായി തിരിച്ചുവരും എന്ന് നിങ്ങൾക്ക് ഞാൻ വാക്ക് നൽകുന്നു. ഇന്ന് ഞാൻ വൈകിയതുപോലെ നാളെ വൈകാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. ആ 30 സെക്കൻഡുകൾക്ക് ചിലർക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഹേയ് ക്രിസ് ജോൺസൺ. അതുകൊണ്ട് നാളെ ഞാൻ കൃത്യസമയത്ത് നിങ്ങൾക്കായി ഇവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പാക്കാൻ ഞാൻ ശ്രമിക്കാം. എന്തായാലും ഇത്രയേ ഉള്ളൂ. ഞാൻ മറ്റൊരു വിഷയം ചർച്ചയ്ക്ക് കൊണ്ടുവരാം.
നിങ്ങളുടെ മനസ്സിനെ കാര്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി ചിന്തിപ്പിക്കാൻ കഴിയുന്നതും. കൂടാതെ നമ്മൾ മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ചും. വിജയം ആഷിനൊപ്പം എന്ന ഈ കൂട്ടായ്മയെക്കുറിച്ച് ഞാൻ ഇപ്പോൾ ആവേശത്തിലാണ്. ഞാൻ വളരെ അധികം ആവേശഭരിതനാണ് എന്ന് ഞാൻ പറയില്ല. പക്ഷേ നമ്മൾക്ക് അവിടെ എന്തായിരിക്കും ഉണ്ടാകുക എന്ന് കാണാൻ ഞാൻ തീർച്ചയായും കാത്തിരിക്കുകയാണ്. ഈ നിമിഷം എന്റെ ഉള്ളിൽ എന്തോ ഒന്ന് ഉയർന്നുവരുന്നതായി എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നമ്മളിലേക്ക് വരുന്ന കാര്യങ്ങളിൽ എന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഞാൻ വളരെ അധികം കാത്തിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ. നാളെ ജീൻ ഇല്ല. കുഴപ്പമില്ല. നിങ്ങൾക്ക് ആ റെക്കോർഡിംഗ് കാണാം. ജെയിൻ നിങ്ങളോട് സ്നേഹം അറിയിക്കുന്നു. ജീൻ. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നാളെ എല്ലാവരോടും സംസാരിക്കാം. ഇപ്പോൾ പോകുന്നു.